Good morning students, welcome to your biology class of CNN BHS. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണത്തിലെ രസതന്ത്രം എന്ന പാഠഭാഗം നിങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും നോട്ട് എഴുതുകയും ചെയ്തു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിരുന്നു. പരിസ്ഥിതി ദിനത്തിന് നിങ്ങളെല്ലാവരും ചെടികൾ നട്ട് ഫോട്ടോ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിരിക്കുമല്ലോ. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണെന്നറിയാമോ? സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി. ജൈവവൈവിധ്യം ആഘോഷമാക്കുക. ജൈവവൈവിധ്യം ആഘോഷമാക്കേണ്ട ഒന്ന് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം ബയോഡൈവേഴ്സിറ്റി കാണുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ സമുദ്രങ്ങളിലാണ്, ഓഷ്യനിലാണ് ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം കാണപ്പെടുന്നത്. അതുമാത്രമല്ല, അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ 70 to 80% of oxygen is contributed by the algae and phytoplanktons present in ocean. സമുദ്രത്തിലെ ആൽഗകളും ഫൈറ്റോപ്ലാങ്ക്ടൺ എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യപ്ലവകങ്ങളുമാണ് ഏകദേശം 70 മുതൽ 80% വരെ ഓക്സിജൻ പ്രദാനം ചെയ്യുന്നത്. എന്താണ് ആൽഗകളും ഫൈറ്റോപ്ലാങ്ക്ടണുകളും? നമ്മളെ സംബന്ധിച്ച് പുതിയ വാക്കുകളാണത്. നമുക്ക് നോക്കാം. ആൽഗകൾ എന്നാൽ യൂക്കാരിയോട്ടിക് ഫോട്ടോസിന്തറ്റിക് അക്വാറ്റിക് പ്ലാന്റ്സ് ആണ്. പക്ഷേ സാധാരണ ചെടികളെ പോലെയുള്ള സ്റ്റെമ്മ്, ലീവ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും യൂക്കാരിയോട്ടിക് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, അക്വാറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആൽഗെ എന്ന് പറയുന്നത്. ഇനി ഫൈറ്റോപ്ലാങ്ക്ടൺസ് അഥവാ സസ്യപ്ലവകങ്ങൾ എന്നാൽ മൈക്രോസ്കോപ്പിക് ഫ്രീ ഫ്ലോട്ടിംഗ് ഓർഗാനിസംസ് ആൻഡ് ദേ ആർ ഫോട്ടോസിന്തറ്റിക്. സമുദ്രോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ള ജീവികളാണ് സസ്യപ്ലവകങ്ങൾ. ഈ ആൽഗകളും സസ്യപ്ലവകങ്ങളും അതുപോലെ ജലസസ്യങ്ങളും ഫോട്ടോസിന്തസിസ് വഴി ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ, അതാണ് നമ്മളുടെ എല്ലാവരുടെയും അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ പ്രധാന സ്രോതസ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കാണാം. ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന കടൽ സസ്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നവ വലിയ ആൽഗകളാണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹരിത ആൽഗകളും സമൃദ്ധമായി അവിടെ വളരുന്നു. പ്രതിവർഷം 33,000 കോടി ടൺ ഓക്സിജനാണ് കടൽ ആൽഗകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. സൂക്ഷ്മ ആൽഗകൾ മുതൽ അനേകം മീറ്ററുകൾ നീളമുള്ള ആൽഗകൾ വരെ കടലുകളിൽ കാണാം. വലിയ ഇനത്തിൽപ്പെട്ട സർഗാസം എന്ന ആൽഗ തിങ്ങി വളരുന്ന വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രഭാഗം സർഗാസോ കടൽ എന്നറിയപ്പെടുന്നു. ലോകത്ത് കപ്പൽപാത ഇല്ലാത്ത ഈ സമുദ്രഭാഗത്ത് സൂക്ഷ്മ പ്ലവക ജീവികൾ അഥവാ സൂപ്ലാങ്ക്ടൺ മുതൽ ഭീമാകാര തിമിംഗലങ്ങൾ വരെ അഭയം തേടുന്നു. മത്സ്യങ്ങൾ, കടലാമകൾ, ഞണ്ടുകൾ, കടൽ പക്ഷികൾ തുടങ്ങി അനേകം ജീവജാലങ്ങളുടെ ആവാസമാണ് ഈ പ്രദേശം. Hope you all got an idea about the algae and planktons present at sea. Here in this illustration we can see algae and water plants. They absorb sunlight and produce food and oxygen by means of photosynthesis, and fishes and other aquatic organisms use this food and oxygen, and this aquatic organisms are used by the animals in the land. And also the phytoplanktons present at the surface of the sea also absorb sunlight and perform photosynthesis and liberate oxygen. ജലസസ്യങ്ങളും ആൽഗകളും സമുദ്രത്തിൽ സൂര്യപ്രകാശം ആഗിരണം ചെയ്ത് സമുദ്രജീവികൾക്ക് വേണ്ട ഭക്ഷണവും ഓക്സിജനും ഉൽപ്പാദിപ്പിക്കുന്നു. ഇവരുൽപ്പാദിപ്പിച്ച ഈ ഭക്ഷണം
സമുദ്രത്തിലെ മറ്റു ജീവജാലങ്ങൾ ഉപയോഗിക്കുകയും ഈ ജീവജാലങ്ങളെ കരയിലെ മറ്റു ജീവജാലങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പ്ലവകങ്ങൾ, സസ്യപ്ലവകങ്ങൾ സൂര്യപ്രകാശം ആഗിരണം ചെയ്ത് ഫോട്ടോസിന്തസിസിലൂടെ ഓക്സിജൻ പുറത്തുവിടുന്നു. ഈ ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ നോട്ടുകളിലേക്ക് പകർത്തേണ്ടതാണ്. ഇതിൽ നിന്നെല്ലാം ഒരു സമുദ്രത്തിൽ നടക്കുന്ന സമുദ്രം എന്ന ഇക്കോസിസ്റ്റവും അവിടെ നടക്കുന്ന എനർജി ട്രാൻസ്ഫറിനെ കുറിച്ചും നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. Like land pollution, ocean pollution also adversely affect all the living organisms in the earth. അതെങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഈ ഇല്ലസ്ട്രേഷനിലൂടെ കൂടുതൽ മനസ്സിലായി കാണും. സസ്യങ്ങൾ നമുക്ക് ചെയ്യുന്ന സേവനങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഒരുപാട് സേവനങ്ങളിൽ നിന്ന് നമുക്ക് പ്രധാനപ്പെട്ട 2 സേവനങ്ങളിലേക്ക് നോക്കാം. എക്കണോമിക് ഇമ്പോർട്ടൻസ്, സാമ്പത്തിക പ്രാധാന്യമുള്ള സസ്യങ്ങളും അതുപോലെ മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്ത ലഘൂകരണം നടത്തുന്ന സസ്യങ്ങളും. ഈ 2 ഗ്രൂപ്പിൽപ്പെടുന്ന സസ്യങ്ങളെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ആദ്യം എക്കണോമിക് ഇമ്പോർട്ടൻസ്, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ലഭിക്കുന്ന, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. സാമ്പത്തിക പ്രാധാന്യമുള്ള സസ്യങ്ങളിൽ ആദ്യം നമുക്ക് കാപ്പിക്കുരുവിനെ പരിചയപ്പെടാം. കോഫി ബീൻ, അതിൻ്റെ പ്രോസസ്സിങ് നിങ്ങൾക്ക് അടുത്ത ചിത്രത്തിലൂടെ മനസ്സിലാകും. അത് റോസ്റ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ കാപ്പി പൊടി ഉണ്ടാക്കുന്നത്. അടുത്തതായി റബ്ബർ പാൽ ലാറ്റക്സ് ഉൽപ്പാദിപ്പിക്കുന്ന അതിൽ നിന്ന് റബ്ബർ ഷീറ്റുകളാക്കി അത് നമുക്ക് ആവശ്യമായ റബ്ബർ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. അടുത്തത് കൊക്കോയിൽ നിന്നാണ് നമ്മൾ ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. കൊക്കോയുടെ ഒരു ഛേദം കാണിച്ചിരിക്കുന്നു. അതിനകത്തുള്ള ആ കുരു വറുത്ത് ഉണക്കിയിട്ടാണ് നമ്മൾ ചോക്ലേറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റൊന്ന് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കുരുമുളക് ഒരുപാട് സാമ്പത്തിക ലാഭം നൽകുന്ന ഒരു സസ്യവിളയാണ്. ഇതുപോലെ ധാരാളം സസ്യങ്ങൾ നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നൽകുന്നവയുണ്ട്. അവയെക്കുറിച്ച് നമുക്കൊരു ചർച്ച നടത്താം. ഇന്നത്തെ സാഹചര്യത്തിൽ ക്ലാസ് റൂം ചർച്ചകൾ സാധിക്കാത്തതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കുടുംബാംഗങ്ങളുമായി ഇതിനെക്കുറിച്ചൊരു ചർച്ച നടത്തി. ഒരുപാട് ഇതിൻ്റെ പ്രോസസ്സിങ്ങും മാർക്കറ്റിങ്ങും ഒരുപാട് ജോലി സാധ്യതകളുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയിലെത്താം. മറ്റൊരു പ്രധാന സേവനമായ പ്രകൃതി ദുരന്ത ലഘൂകരണം, മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്, അതിന് നമ്മളെ സഹായിക്കുന്ന സസ്യങ്ങൾ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. പ്രകൃതി ദുരന്ത നിവാരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ് കണ്ടൽ വനങ്ങൾ, മാൻഗ്രൂവ് ഫോറസ്റ്റ്. സുനാമിയെ ഒരു പരിധിവരെ തടയാൻ ഇവയ്ക്ക് ആകും. ആറ്റുതർബ, റീഡ്, ഇഞ്ചിപ്പുല്ല്, ലെമൺ ഗ്രാസ്, രാമച്ചം, വെറ്റിവർ, മുളങ്കാട്, ബാംബൂ ഫോറസ്റ്റ് പ്രൊട്ടക്ട് ദ റിവർ ബാങ്ക്സ് ഫ്രം കൊളാപ്സിംഗ് ഡ്യൂറിങ് ഫ്ലഡ്. വെള്ളപ്പൊക്ക സമയത്ത് നദീതീരം ഇടിഞ്ഞു താഴാതെ ഇവ സംരക്ഷിക്കുന്നു. മലകളിലെയും ചെങ്കൽക്കുന്നുകളിലെയും മരങ്ങളും കുറ്റിക്കാടുകളും മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും തടയുന്നു. ട്രീസ് ആൻഡ് ബുഷസ് ഇൻ മൗണ്ടൻസ് ആൻഡ് ഹിൽസ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ ആൻഡ് ലാൻഡ്സ്ലൈഡ്. ഇതുകൂടാതെ ബൈ അബ്സോർബിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ ആൻഡ് റിലീസിംഗ് ഓക്സിജൻ, പ്ലാന്റ്സ് പ്രൊവൈഡ് ഇൻവാല്യുബിൾ സർവീസ് ടു ദ ലിവിങ് വേൾഡ്. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നതിലൂടെ വിലമതിക്കാനാവാത്ത സേവനം സസ്യങ്ങൾ ജീവലോകത്തിന് നൽകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ പ്ലാന്റ്സ് ആർ ദി പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ, ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകരാണ് സസ്യങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി കാണും. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ 16 ലെറ്റസ് അസസ്, വിലയിരുത്താം എന്ന ഭാഗം വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്ത നോട്ടുകൾ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് അയച്ച് അത് വിലയിരുത്തപ്പെടണം. തീർച്ചയായും നിങ്ങളത് ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു.